നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ഒരു പുത്തൻ ദിശാബോധം പകരുകയും കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് സജീവമാവുകയും ചെയ്തിരുന്ന രാജീവ് ചന്ദ്രശേഖർ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്നും പരാജയപ്പെട്ടത് വലിയ സങ്കടമാണ് എല്ലാവർക്കും ഉണ്ടായത്. എങ്കിലും അവസാന നിമിഷം വരെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിരുന്നു. അവസാന നിമിഷം വരെ പൊരുതി തോൽക്കുക എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് അദ്ദേഹം തോറ്റുപോയത്. അതിന് കാരണം ചില മേഖലകളിലുണ്ടായ ഒരു പോളറൈസേഷൻ ആണെന്ന് നമുക്ക് എവർക്കും അറിയാം. ഏതായാലും രാജീവ് ചന്ദ്രശേഖർ ഒരു കേന്ദ്രമന്ത്രിയാകും എന്ന് തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചിരുന്നെങ്കിൽ കേന്ദ്രമന്ത്രി പദത്തിലേക്ക് എത്തുമെന്നും ക്യാബിനറ്റ് പദവിയിലേക്ക് എത്തുമെന്നും ഒക്കെ എല്ലാവരും വിശ്വസിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അടിപതറിയതും തെരഞ്ഞെടുപ്പിൽ മൊത്തം ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 2/3 ഭൂരിപക്ഷം കിട്ടാതായി പോയതുമൊക്കെയാണ് അദ്ദേഹത്തിനെ പോലെ ഒരാളെ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു കേന്ദ്രമന്ത്രി പദമോ അല്ലെങ്കിൽ മന്ത്രിപദമോ ഒക്കെ കിട്ടാതിരുന്നതിന് കാരണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ വളരെ ചടുലമായ കാര്യങ്ങൾ നീക്കാൻ കഴിയുന്ന ഒരു പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം രാഷ്ട്രീയപരമായി അദ്ദേഹത്തെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. ഒരു ബിസിനസ്സുകാരനായിരുന്നു, ഒരു ബിസിനസ് ടേൺഡ് രാഷ്ട്രീയക്കാരനായിരുന്നു. അദ്ദേഹം പിന്നീട് ബിസിനസ്സിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്ന ഒരു വാക്കുകളിൽ പോലും എഡിറ്റ് ചെയ്യാൻ പോലും, ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തോട് പോയി ഒരു ചോദ്യം ചോദിച്ചാൽ അതിൽ എഡിറ്റ് ചെയ്യാൻ പോലും ഇല്ലാത്ത അത്ര ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുന്ന ഒരു നല്ല രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തെ തിരുവനന്തപുരത്തുകാർക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ തീരദേശ ജനതയ്ക്ക് ആവശ്യമില്ല എന്ന് തീരദേശ ജനത തന്നെ തെളിയിക്കുകയും ചെയ്തു. തീരദേശങ്ങൾക്കടക്കം ഗുണകരമാകുന്ന നിരവധി പാക്കേജുകൾ കൊണ്ടുപോകാൻ കഴിയുന്ന, തിരുവനന്തപുരത്തിൻ്റെ തന്നെ ഒരു തലവര മാറ്റാൻ കഴിയുന്ന, കേരളത്തിൻ്റെ തന്നെ ദിശാബോധം ഉണ്ടാക്കാൻ കഴിയുന്ന, വികസനം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് എവർക്കും അറിയാം. കാരണം അദ്ദേഹം ഈ ബിസിനസ്സുകാരനായതുകൊണ്ടുകൂടി ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ട്. ബാക്കി BJPയുടെ ഇപ്പോൾ സുരേഷ് ഗോപിക്കാണെങ്കിലും ജോർജ് കുര്യനാണെങ്കിലും അതില്ല എന്നല്ല. ബിസിനസ്സുകാരനായതോടുകൂടി ഒരു പടി അദ്ദേഹം മുമ്പിൽ നിൽക്കും. പിന്നെ അദ്ദേഹത്തിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഭാഷാപരമായ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ കൂടി ഡൽഹിയിലെത്തുമ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നറിയാം, എങ്ങനെ ചെയ്യണമെന്നറിയാം. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. വർഷങ്ങൾ കൊണ്ട് ഡൽഹിയിലുമൊക്കെയായി പ്രവർത്തിക്കുന്നത് കൊണ്ടൊക്കെയുള്ള ഗുണം കൂടിയാണ്. ഏതായാലും അതിനൊന്നും കേരളത്തിലെ ജനതയ്ക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരത്തുകാർക്ക് അതൊന്നും വേണ്ട. അവർക്ക് മൂന്നാം കിട രാഷ്ട്രീയമാണ് വേണ്ടതെന്നും ഈ രാഷ്ട്രീയ രംഗത്ത് എന്ന് തന്നെ ഉണ്ടായാലും ഒന്നും വേണ്ട, തിരുവനന്തപുരത്തെ വിശ്വപൗരൻ്റെ വികസനം മാത്രം മതിയെന്ന് ചിന്തിച്ചിരുന്ന തിരുവനന്തപുരത്തുകാർക്ക് വിശ്വപൗരൻ ഏതായാലും ജയിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്ത് വികസനമാണ് വരുന്ന 5 വർഷം, കാരണം കഴിഞ്ഞ 15 വർഷത്തെ കാര്യങ്ങൾ ചർച്ചയായിട്ടില്ലെങ്കിൽ ഈ 15 വർഷം അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല എന്ന് ചർച്ച കൂടിയായ 5 വർഷമാണ് ഇനി കടന്നു വരാൻ പോകുന്നത്. ഈ 5 വർഷത്തിനുള്ളിൽ ഈ വിശ്വപൗരൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഇവിടുത്തെ തീരദേശ ജനതയടക്കം കണ്ണു തുറന്നിരുന്ന് കാണണം. അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഗുണമുണ്ടാകുമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഏതായാലും ന്യൂനപക്ഷ ഫിഷറീസ് വകുപ്പുകൾ കൂടി ഇപ്പോൾ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ന്യൂനപക്ഷ അല്ലെങ്കിൽ ഈ ഫിഷറീസ് വകുപ്പുകൾ കൂടി എന്തെങ്കിലും തരത്തിൽ രാഷ്ട്രീയപരമായ ഗുണം ചെയ്യുമോ എന്ന് BJP നേതൃത്വം ചിന്തിക്കേണ്ടത് കൂടിയുണ്ട്. എന്ത് ചെയ്താലും ന്യൂനപക്ഷങ്ങൾക്കും ഈ കടലോര മേഖലയിലുള്ളവർക്കും നമുക്കറിയാം, നമ്മൾ ആരോടെങ്കിലും രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന് പറയുമ്പോൾ അവർ പങ്കുവെക്കുന്ന ആത്മവിശ്വാസം കടലോര മേഖല ഞങ്ങളുടേതാണ് എന്നായിരുന്നു കോൺഗ്രസ്സുകാർ. ആ കടലോര മേഖല ഇനി കോൺഗ്രസ്സുകാരുടെ തന്നെ ആയിരിക്കട്ടെ. കോൺഗ്രസ്സുകാർ അവർക്ക് എന്ത് ഗുണം ചെയ്യും കടലോര മേഖലയ്ക്ക്, കടലിൻ്റെ മക്കൾക്ക് നമ്മുടെ വിശ്വപൗരൻ ചെയ്യുന്ന ഗുണം എന്താണ് എന്ന് ഇനി ഓരോ ദിവസവും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും അതവിടെ നിൽക്കട്ടെ. രാജീവ് ചന്ദ്രശേഖർ തൽക്കാലം മന്ത്രിയായില്ലെങ്കിലും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ഉടൻ തന്നെ ലഭ്യമാകും എന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. അടുത്ത ടേമിൽ, അതായത് അടുത്ത മന്ത്രിസഭാ പുനഃസംഘടന വരുമ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രിയായി തന്നെ ഉണ്ടാകും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ആ നിലയൊന്ന് ഭദ്രമാക്കിയ ശേഷം അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കും. കാരണം അദ്ദേഹത്തെ പോലെ പ്രഗത്ഭനായ ഒരാൾ, അത്രയും കഴിവുള്ള, കപ്പാസിറ്റിയുള്ള, സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പറയാം സുരേഷ് ഗോപി ആണെങ്കിലും നല്ല ഇമേജുള്ള ഒരാളാണ്, നല്ല കഴിവുള്ള ആളാണെങ്കിൽ പോലും രാഷ്ട്രീയപരമായി അദ്ദേഹത്തിന്, ഞാൻ ഇപ്പോഴും പറയും സുരേഷ് ഗോപി ഒരു നല്ല രാഷ്ട്രീയക്കാരനല്ലായിരുന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ബിസിനസ്സുകാരനായിരുന്നുവെങ്കിലും പൊതുപ്രവർത്തന രംഗത്തും 100% വിജയം ഉണ്ടാക്കാൻ കഴിയുന്ന, 100% ഒരു മാധ്യമങ്ങൾക്ക് പോലും ഒരു ട്രോളാൻ പോലുമുള്ള ഒരു അവസരം കൊടുക്കാത്തൊരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. അത്തരത്തിൽ പക്വതയുള്ള കേരളത്തിലെ ഇടതുപക്ഷം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിൽ പലപ്പോഴും സുരേഷ് ഗോപി പെട്ടുപോയിട്ടുണ്ട്. അവിടെയാണ് സുരേഷ് ഗോപിയുടെ ഒരു പ്രശ്നം എന്ന് ഞാൻ പറയും. കാരണം കേരളത്തിലെ ഇടതുപക്ഷ മാധ്യമങ്ങൾ ഈ കോമാളികളാക്കി ചിത്രീകരിക്കുന്ന ഇടതുപക്ഷ മാധ്യമങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഇടതുപക്ഷത്തിന് അനുകൂലമായ മാധ്യമങ്ങളും ഇടതുപക്ഷക്കാരുമൊക്കെ BJPയുടെ നേതാക്കളെയും BJP അനുകൂലികളെയും ഒക്കെ ഒരുമാതിരി കോമാളികളാക്കി ചിത്രീകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അത് നമ്മൾ ചാനൽ ചർച്ചകളടക്കം കണ്ടതാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ചാനൽ ചർച്ചകളിൽ ഇടതുപക്ഷത്തെക്കാരെ കോമാളികളാക്കുന്ന രീതിയിലേക്ക് ചില വാദഗതികളുമായി നമ്മുടെ ചെറുപ്പക്കാരും മറ്റും രംഗത്ത് വന്നതോടുകൂടി വളരെ കൃത്യമായി പഠിക്കുകയും വളരെ കൃത്യമായി വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ ചെറുപ്പക്കാരായ ചിലരൊക്കെ രംഗത്ത് വന്നതോടുകൂടി ആ വിഷയം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. എങ്കിൽ പോലും എപ്പോഴും ട്രോളാനുള്ള വിഷയം സുരേഷ് ഗോപി ഉണ്ടാക്കി കൊടുക്കുന്നു. അല്ലെങ്കിൽ സുരേഷ് ഗോപി അത്തരത്തിൽ അദ്ദേഹം വീണ്ടും വിചാരമില്ലാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പറയുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ട്രോളാനുള്ള വിഷയങ്ങളായി മാറുന്നുണ്ട്. അത്തരത്തിലൊന്നുമില്ലാത്ത ഒരാളാണ്
രാജീവ് ചന്ദ്രശേഖറിനെ പോലെ ഒരാൾ കേരളത്തിന്റെ നോമിനി എന്ന രീതിയിൽ തന്നെ മന്ത്രിസഭാ പദത്തിലേക്ക് എത്തേണ്ടത് ആവശ്യം തന്നെയാണ്. കേരളത്തിലെ നോമിനിയായി അദ്ദേഹത്തിന് എത്താൻ കഴിയില്ല, രാജ്യസഭയിലേക്കും ഒന്നും കേരളത്തിൽ നിന്ന് എത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എവിടെ നിന്നായാലും കേരളത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കാനും തിരുവനന്തപുരത്തെ പൊതുപ്രവർത്തകർ, കാരണം തിരുവനന്തപുരത്ത് നല്ലൊരു ശതമാനം 15,000 പേരുടെ വോട്ടേ അദ്ദേഹത്തിന് കിട്ടാത്തതുള്ളൂ ജയിക്കുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ. ആ 15,000 ഒഴികെയുള്ള ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ അദ്ദേഹം നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിശ്വസിച്ച നല്ലൊരു ജനവിഭാഗം ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കുക തന്നെ ചെയ്യും. ചില രാഷ്ട്രീയ മാറ്റങ്ങളും അതുവഴി ഉണ്ടാകും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്രമന്ത്രി പദം ഉറപ്പിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ് രാജീവ് ചന്ദ്രശേഖർ. അടുത്ത മന്ത്രിസഭാ പുനഃസംഘടനയിൽ രാജീവ് ചന്ദ്രശേഖർ തീർച്ചയായും മന്ത്രിയായി ഉണ്ടാകും എന്ന വിവരം കൂടിയാണ് ഞാൻ ഇവിടെ പങ്കുവയ്ക്കുന്നത്.